ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ സേ അങ്ങോട്ട്. ആ പപ്പായ്ക്ക് ഇച്ചിരതാ. അപ്പൊ കഴിച്ച് നമ്മുടെ സാധനം കിട്ടിട്ടോ. ഇത് ചെറിയ സാധനം മേടിക്കാൻ വേണ്ടിയാണ് നമ്മള് ഇത്രയും ദൂരം വന്ന കേട്ടോ. ഹലോ ഗായ്സ്, എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ആണോ? എന്നെ കൊണ്ട് പറയാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ തക്കുടുവിന്റെ മൂന്നാമത്തെ ആദ്യം തക്കുടു തന്നെ പോയി പറിച്ച നമ്മുടെ തക്കുടുവിന്റെ മൂന്നാം ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുന്നത് തക്കുടുവിന്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ അടിച്ചു പൊളിക്കാൻ പരിപാടിയുണ്ട്. അപ്പം നമ്മൾ നേരെ കേക്ക് മുറിക്കണം, പിന്നെ അങ്ങനെ ചില്ലറ പരിപാടിയുണ്ട് കേട്ടോ. പിന്നെ തക്കുടും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് തക്കുടും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ്, അത് അവന് ഇഷ്ടപ്പെടണം. ചെറിയൊരു സാധനം മേടിച്ചാൽ അവനത് അങ്ങനെ ആ ഒരു സംഭവം വരണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്തൊരു ഗിഫ്റ്റ് മേടിച്ചോളണം. തക്കുടും ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിലുണ്ടൊരു സംഭവം. അത് പൈസവൻ്റെ അതൊന്നും അതിലൊന്നും ഇല്ല, പക്ഷേങ്കിൽ അവനെ പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടണം. അതിന് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ. തക്കുടു ആണെങ്കിൽ ചേച്ചീൻ്റെ ഒരു കെട്ട് മാല എടുത്തിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഒരുപാട് മാലയൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ തക്കുടുവിനെയും കൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടോ. പുന്നറേ, നമ്മൾ എവിടെയാ അപ്പം പോകുന്നത്? കേക്ക് മേടിക്കാൻ. അപ്പോൾ അതിൻ്റെ കുണ്ടൂസ് കുഞ്ഞുമാവനെ കൂടെ കിടക്കുവാണ്, അതുകൊണ്ട് അതിലേ കാണാം കേട്ടോ. അപ്പം തരുമോ? അത് അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ് അല്ലേ തക്കുടു? അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. കൊറിയർ ഓഫീസിൽ എന്തോ ഒരു സംഭവം വന്ന് കിടപ്പുണ്ട്. എനിക്കെന്തോ പ്രൊമോഷൻ്റെ എന്തോ കാര്യമാണ്, എന്തോ ആരൊക്കെയോ എന്തോ അയച്ചതാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തോ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനും നമുക്ക് പോകണം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണുള്ളത്. തക്കുടുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കേക്ക് എടുക്കാൻ പോകണം, പിന്നെ നമുക്ക് ചെറിയ ഗിഫ്റ്റ് മേടിക്കണം, പിന്നെ കൊറിയർ ഓഫീസിൽ പോകണം. ഈ 3 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ഒരുങ്ങി വിടാൻ പോകണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളെ തക്കുടുക്കുട്ടൻ്റെ അക്കടു എത്ര വയസ്സായി അക്കടു? 3 വയസ്സ്. ആദ്യം 2 പറയാൻ പറ്റും, എന്നിട്ട് 3 പറയേ. അപ്പോൾ എന്തായാലും നമ്മൾ തക്കുടുവിൻ്റെ കേക്കും പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ നമുക്ക് കൊറിയർ ഓഫീസിലൊന്ന് പോകണം. ഇങ്ങനെ 3 കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. നേരെ പോയി വന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, കേക്കൊക്കെ മുറിക്കണം അല്ലേ? നമ്മുടെ റോഡിന്റെ വീതി തീരെ കുറവാണ്, നമ്മുടെ കുഞ്ഞു റോഡ്. അപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ കാടും കൂടെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് വണ്ടി വരുന്നതൊന്നും തിരിയൂല. ഇപ്പുറത്തെ ഒരു ചീളിയാണ്. ആ ചീളിന്റെ സൈഡിൽ നിന്ന് ഓട വളർന്നിട്ട് ഇങ്ങനെ റോഡിലോട് വീണ് കിടക്കുക ഗൈസ്. ഭയങ്കര ബ്ലോക്കായിപ്പോയി. അപ്പോൾ നമ്മൾ വണ്ടി പുറകിൽ അങ്ങോട്ട് കൊണ്ട് പാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊറിയർ മേടിക്കാൻ വേണ്ടി നടന്നു പോവുക. ഫുൾ ബ്ലോക്കാണ് കേട്ടോ, രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം കിട്ടിയിട്ടോ. ഇത് ചെറിയ സാധനം മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി ചെയ്ത് തന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ കാണിച്ചു തരാം. എന്തായാലും വീട്ടിലെത്തട്ടെ ഗൈസ്. ഞങ്ങൾ നമ്മുടെ കൊറിയർ സാധനം മേടിച്ചു. പിന്നെ അത് പോരാഞ്ഞ് ഇവിടെ തക്കുടുവിന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. മിണ്ടണ്ട, പുറകെ കുത്തിരിപ്പുണ്ട് തോണ്ടേ. രണ്ടാളും പുറകെ കുത്തിരുന്ന് ഭയങ്കര എന്താ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഒന്നേ മേടിച്ചുള്ളൂ, വേറെ വെച്ചാൽ അല്ല അതിന് അർത്ഥമില്ലാണ്ടായി പോകും. കാരണം തക്കുടുവിൻ്റെ ബർത്ത്ഡേ അവനെ ഞെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുന്നര കിടന്ന് കരയും. അത് നോക്കണ്ട. പുന്നരയ്ക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യക്ക് നല്ല അടാറ് ഗിഫ്റ്റാണ് കൊടുത്തത്. അന്നേരം തക്കുടുവിന് കൊടുത്തില്ല. പുന്നരയ്ക്ക് നമ്മൾ നല്ല സൈക്കിൾ മേടിച്ച് കൊടുത്തായിരുന്നു. നല്ല 10,500 രൂപ സൈക്കിളാണ് പുന്നരയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അന്നേരം തക്കുടുവിനൊന്നും കൊടുത്തില്ലായിരുന്നു. അത് നോക്കണ്ട. ബർത്ത്ഡേക്കുള്ള ആൾക്കല്ലേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തക്കുടുവിനാണ് നമ്മൾ ആദ്യം പറയാം. നിങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് പൊതിയൊക്കെ ആക്കിയിട്ടുണ്ട്.
തീരെ പൈസ കുറവുള്ള പൈസേൻ്റെ ഒന്നും നല്ല വിഷയം. പക്ഷെ തക്കുടുവിന് എനിക്ക് തോന്നുന്നത് തക്കുടുവിന് എത്ര വലിയ ഗിഫ്റ്റ് കൊടുത്താൽ ഇത്ര സന്തോഷം ഉണ്ടാവില്ല. തക്കുടുവിന് എത്ര വലിയ ഗിഫ്റ്റ് കൊടുത്താൽ ഈ ഗിഫ്റ്റിന് അത്ര സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അതേ സാധനം വലുതായിരിക്കണം, അതിപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പം പറ്റത്തില്ല. അതായത് നമ്മൾ ഇനിയിപ്പോൾ കേക്ക് എടുക്കണം. ഇനിയിപ്പോൾ പരിപാടി അടുത്തവരുടെ നമുക്ക് നമ്മൾ പോകുന്ന വഴിക്കാനാണ് കേക്ക് ഉണ്ട് കടയിൽ. ആ കേക്കൊക്കെ എടുത്ത് നമുക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് സമയമൊന്നും കളഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സ് തന്നെ എല്ലാം ഉണ്ട് ഈ ഡ്രസ്സ് തന്നെ കേക്കൊക്കെ മുറിച്ച് നമ്മുടെ അടുത്ത വീടിലൊക്കെ കൊടുക്കണം, തറവാടി കൊണ്ടൊക്കെ കൊടുക്കണം. പിന്നെ തക്കടെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എന്തായാലും നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നല്ല അടിപൊളിയായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി കേക്ക് എടുക്കാം. ഗൈസ് നല്ല കോമഡി. അവിടെ ഉണ്ടൂസിനെ കൊണ്ട് ഞാൻ പിടിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. കേക്ക് വെക്കാൻ സ്ഥലമില്ല. കാരണം വെച്ചാൽ കേക്ക് മേടിച്ചിട്ട് നമ്മൾ കേക്ക് പുറകിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളകി പോകും. പിന്നെ പുറകിൽ തക്കടും പിന്നെ ഇരിക്കുന്നുണ്ട്. ഈ സാധനം ഉറപ്പ് തീരെ പുറകിൽ വെക്കാനാവൂല, ഫുള്ള് പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, അടിയിലൊന്നും വെക്കാൻ സ്ഥലമില്ല. അത് എടുക്കല്ലേ പൊന്നു? അത് പാലൊക്കെ അവിടെ കൊണ്ടുവച്ചേ അടുക്കളയിൽ. അത് പാലാണ്, അടുക്കളയിൽ കൊണ്ടുവെക്ക്. തക്കോട് പറഞ്ഞേക്ക് ഗിഫ്റ്റ് വരുമ്പോ മോങ്ങിയേക്ക്. ഇത് കേക്കാ, നമുക്ക് മുറിക്കാം. അവിടെ നിക്ക്. ആ കേക്ക് ഗിഫ്റ്റൊക്കെ സർപ്രൈസാ. ഇങ്ങോട്ട് കയറി പോന്നു. ഗൈസ് നമ്മൾ കേക്ക് മുറിക്കാൻ തക്കടു വാവേന്റെ എത്ര വയസ്സായി? എത്ര? അത് മറന്നു പോകുന്നത് എന്തുവാ? നമ്മൾ മുറിക്കാൻ പോവാണ്. ഡണ്ടൻ ഡണ്ടൻ ഡണ്ടൻ. തൊടല്ലേ? ഹാപ്പി ബർത്ത്ഡേ തക്കടു. തക്കടു ഹാപ്പി ബർത്ത്ഡേ തക്കടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ തക്കടു കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ പോണ്. ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. സേ അങ്ങോട്ട്. ആ ഇനി ചേച്ചിക്ക് വായി വെച്ച് കൊടുക്കുക. ചേച്ചി ഇപ്പം എല്ലാം കൂടെ എല്ലാം ചേച്ചീൻ്റെ വായിൽ നിന്ന് വെള്ളം വീണു പോലെ. ചേച്ചീൻ്റെ വായി വെച്ച് കൊടുക്ക് ഇച്ചിരെ. വെച്ച് കൊടുക്ക് ഇച്ചിരെ. ആ ചേച്ചീൻ്റെ വായി ഒരു കടി കൊടുപ്പിക്ക്. ആ മമ്മിക്ക് ഒരു കടി കൊടുക്ക്. ആ നീ ഒരു കടി. അല്ലാതെ തക്കുടിൻ്റെ വായിൽ നിന്ന് വെള്ളം വീഴും. വാവയ്ക്ക് ഇച്ചിരെ കൊടുക്ക്. ആ പപ്പായ്ക്ക് ഇച്ചിരതാ. അങ്ങനെ നമ്മുടെ തക്കടുവിന്റെ കുഞ്ഞി 3-ാം വയസ്സിലെ കേക്ക് മുറി കഴിഞ്ഞു കേട്ടോ. ഇനി സർപ്രൈസ്. ഇനിയാണ് അടി പൊട്ടാൻ പോകുന്നത്. ഇനി ഗൈസ് അടി പൊട്ടുന്ന കാണാം. സംഭവം സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ പൊരിഞ്ഞ് അടിയാവും. ഇപ്പം നീ സാധ്യതയുണ്ട്, കാണിച്ചു തരാം. ഓരോരോ കഷ്ണം കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും കൊടുക്കണ്ടേ? തക്കടു അവിടെ പോയിരി. പുന്നരക്ക് കൊടുക്ക്. 1 കിലോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ. മേത്തൊക്കെ ആക്കണേ കേട്ടോ. എനിക്ക് തന്നില്ലേ ദുഷ്ടത്തി? കൊടുത്തില്ല. നമ്മുടെ തക്കടുവിന്റെ ഫാൻസിന് വാങ്ങി നോക്കുന്നു. അത് കൊടുക്ക. അയ്യോ. അപ്പൊ ഗൈസ് കേക്ക് മുറി കഴിഞ്ഞു. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പോൾ തക്കോട് വേഗം കേക്ക് എന്നാ ഗിഫ്റ്റ് തരും. ആ പിടിച്ചോ. നീയിപ്പം മുഖത്ത് തൂത്തു കൊടുത്തു. ബർത്ത്ഡേ കാർഡ്. അപ്പൊ ഗൈസ്
തക്കടൂന്റെ തൊടല്ലേ മാറിക്ക് അതാണ് ഗിഫ്റ്റ് എടുക്കാൻ പോവാ പപ്പ. ഞാൻ മിടിച്ചിട്ടുണ്ട്. തക്കടൂന്റെ ഗിഫ്റ്റ് ഇതാ വരുന്നു മക്കളെ. മേടിയില് 2 കൈ കൊണ്ട് മേടിക്ക്. കിട്ടിപ്പോയി. മാറിക്ക്. പൊട്ടിക്കട്ടെ? ആ പൊട്ടിക്ക്. കരയല്ലേ പറഞ്ഞേ തക്കു പുന്നരുടെ ബർത്ത്ഡേക്ക് പപ്പ മേടിച്ചു തന്നാ കേട്ടോ. ഇനി പുന്നരുടെ ബർത്ത്ഡേ വരുമ്പോ പപ്പ അടുത്ത മേടിച്ചത്. ഇതാരാ? ഇതെന്തോ ഒന്ന് പറഞ്ഞു. ഇതെന്തോ അതിനകത്ത് പട്ടിയല്ല പൂച്ചക്കുഞ്ഞ്. എന്തുവാടാ? എന്തുവാ? കായൊക്കെ കഴിക്കാൻ ഞങ്ങള് നോക്കുക. ഇഷ്ടപ്പെട്ടോ? ചാടിക്കോ? ഇങ്ങോട്ട് നോക്കിയേ താക്കടു. ഇങ്ങോട്ട് നോക്കി. ആ ചേച്ചിക്ക് കൊടുക്ക്. ഇഷ്ടപ്പെട്ടോന്ന് പറ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തക്കടു? നമ്മള് ഗിഫ്റ്റ് കൊടുത്തിട്ട് അവനൊരു മൈൻഡും ഇല്ല കേട്ടോ. അതതിന് മണ്ടേ വെക്കുന്ന പൊന്നു, ഓടിക്കാനാവൂല. ആ അതിപ്പം എന്താ ഗൈസ്, നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു, സംഭവം ശരി. ഇതാകെ ഒരു 1 മണി 1.5 മണിക്കൂർ നേരത്തേക്കുള്ള സംഭവമേ ഉള്ളൂ, അതെനിക്കറിയാം. ആ പക്ഷേങ്കിൽ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ എന്നാ കൊടുക്കുന്നതിനൊക്കെ ഇഷ്ടം വണ്ടി ഭ്രാന്തനാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി മേടിച്ച കേട്ടോ. എന്താക്കടൂ, ഞാൻ എടുത്തോട്ടെ ഗിഫ്റ്റ്. നല്ല സൗണ്ടൊക്കെ ആണല്ലോ കാക്കടൂ. ഇങ്ങോട്ട് തള്ളി വിട്. ഇങ്ങനെ ഓടിക്കുന്നേ അങ്ങനല്ല, ഇങ്ങോട്ട് ഇങ്ങനെ പുറകോട്ട് വലിച്ച് അങ്ങനെയല്ലടി, ഉന്തിയാ മതി ഇത്. ആ വെറുതെ ഉന്തിയാ മതി, ഇങ്ങനെ ഉന്തിയാ മതി. ഇങ്ങനെ ഉന്തിയാല് കണ്ടാ പോന്ന്. ആ അപ്പൊ ഗൈസ് നമ്മള് അപ്പോൾ കേസ് നമ്മൾ തക്കടുവിൻ്റെ ബർത്ത്ഡേ ഇത്ര ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അവനൊരു ഗിഫ്റ്റ് ഉണ്ട്. അവൻ്റെ സന്തോഷം കണ്ടോ, എനിക്ക് അതാ വേണ്ടതുള്ളൂ കേട്ടോ. തക്കട് കൊണ്ട് നോക്കിയേ, മോന്ത കാണിച്ചേ, അത് മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബർത്ത്ഡേ അപ്പുറത്ത് കുറച്ച് ഡൗൺ ആണ്. അത് സാരമില്ല. പക്ഷേ അത് എപ്പോഴും ആ കേക്ക് മുറിച്ച് കൊടുക്കാം. അപ്പോൾ കേസ് നമ്മൾ ഇനിയിപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നമുക്ക് തറവാടിലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞി പരിപാടി കഴിഞ്ഞ് തക്കടുവിന് എല്ലാവിധ ആശംസകളും. അപ്പനും അമ്മ എന്ന രീതിയിൽ ഞാനും ഉണ്ടോസും തക്കടുവിന് എല്ലാവിധ അല്ലേ ആശംസകൾ. ആ അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ബൈ.